ഏറ്റവും സന്തോഷമുള്ളൊരു വാർത്ത ഇന്നും നമ്മളെ തേടിയെത്തിയത് സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചന ഉത്തരവിൽ അത് അധികൃതർ ഒപ്പുവെച്ചു എന്നുള്ളതാണ്. സഹായ സമിതിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. എക്സിറ്റ് വിസ നടപടിയും പൂർത്തിയായിട്ടുണ്ട്. ഇനി എമിഗ്രേഷൻ നടപടികളാണ് പൂർത്തിയാകാനുള്ളത്. എമിഗ്രേഷൻ നടപടി കൂടി പൂർത്തിയായാൽ നാട്ടിലേക്ക് പോകാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും സഹായ സമിതി പ്രതികരിച്ചു. AK അഭിലാഷ് വിവരങ്ങളുമായുണ്ട്. AK അഭിലാഷ്, പെരുന്നാൾ സമ്മാനം എന്നുള്ളതാണ് അത് ആ കുടുംബത്തിന് മാത്രമല്ല കേരളത്തിനൊന്നാകെയാണ്. കാരണം കേരളത്തിലെ ജനത ഒരുമിച്ച് ചേർന്നാണ് അത്രയും വലിയ തുക കണ്ടെത്തിയതും അതിനുവേണ്ടി നിരന്തരം സമ്മർദ്ദം ചെലുത്തിയതുമൊക്കെ. എന്തായാലും റഹീം നാട്ടിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ്. മലയാളക്കര ഒന്നാകെ കേൾക്കാൻ ആഗ്രഹിച്ച വാർത്തയാണ് ഇന്ന് വൈകിട്ടോടെ സൗദിയിൽ നിന്ന് പുറത്തു വന്നത്. ഇന്ന് സൗദി ജയിലിൽ കഴിയുകയായിരുന്ന റഹീമിൻ്റെ മോചന ഉത്തരവിൽ സൗദി ഭരണകൂടം ഒപ്പുവെച്ചിരിക്കുന്നു. ഇനി അല്പ ദിവസങ്ങൾക്കകം തന്നെ അദ്ദേഹത്തിന് നാട്ടിലേക്ക് മടങ്ങാൻ കഴിയുമെന്നുള്ളതാണ്. നേരത്തെ തന്നെ വധശിക്ഷ കോടതി റദ്ദാക്കിയിരുന്നു. അതിന് പിന്നാലെ പൊതു നിയമപ്രകാരം പ്രഖ്യാപിച്ച 20 വർഷത്തെ തടവ് ശിക്ഷയാണ് കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കിയത്. അതിനുശേഷം ഏത് ദിവസവും പുറത്തു വരാമെന്ന് തന്നെയായിരുന്നു സ്ഥിതി. പക്ഷേ പെരുന്നാളുമായി ബന്ധപ്പെട്ട ചില അവധികൾ അതോടൊപ്പം തന്നെ മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ മോചനം വൈകുകയായിരുന്നു. ഇന്ന് ഏതാണ്ട് വൈകിട്ടോടു കൂടി തന്നെ മോചന കാര്യത്തിൽ തീരുമാനമാവുകയും ആ ഫയലിൽ ഒപ്പുവെക്കുകയും ചെയ്ത് ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹത്തെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികളായിരിക്കും നടക്കുക. എമിഗ്രേഷൻ അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. നേരത്തെ ഇന്ത്യ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് താൽക്കാലിക പാസ്പോർട്ട് നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പെരുന്നാളിന് മുമ്പ് തന്നെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഈ സഹായ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പില്ല. എങ്കിൽ പോലും അടുത്ത ദിവസങ്ങളിൽ തന്നെ അദ്ദേഹത്തിന് നാട്ടിലേക്ക് വരാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതാണ്ട് 34 കോടി രൂപയാണ് അവിടെ ഈ മോചനദ്രവ്യമായി സൗദി ബാലന്റെ കുടുംബത്തിൽ നിന്ന് കൈമാറിയത്. അതിനുശേഷമാണ് ഈ വധശിക്ഷ റദ്ദാക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും മറ്റ് നടപടികളൊക്കെയാണ് ഇനി പൂർത്തിയാക്കേണ്ടത്. കേരളക്കര ആഗ്രഹിച്ചിരുന്ന ആ വാർത്തയുടെ പാരമ്യത്തിൽ തന്നെയാണ് നമ്മൾ ഓരോരുത്തരുമുള്ളത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ റഹീം നാട്ടിലെത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. AK അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. റഹീമിന്റെ നാട്ടിലേക്കുള്ള വഴി ഒരുങ്ങുകയാണ്.